ഈ അതിദാരിദ്ര്യമുക്തം എന്ന് സംസ്ഥാന ഗവൺമെൻറ് അവകാശപ്പെടുത്തുന്ന ഈ 60,000 ആൾക്കാരുടെ പേര് വരുകൾ പരിശോധിച്ചാൽ ഇവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്നും കൂടി അവർ വ്യക്തമാക്കണം. ഇന്നും നൂറുകണക്കിന് ഓരോ പഞ്ചായത്തിലും നൂറുകണക്കിന് ആളുകൾ തെരുവിൽ കഴിയുകയാണ്. അവിടെ ടാർപോളിൻ കെട്ടിയിട്ട് ആളുകൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന സ്ഥിതിയുണ്ട്. പല വീടുകളിലും ഈ തരത്തിലുള്ള ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിദാരിദ്ര്യമുക്തം കേരളം എന്നുള്ള ഒരു പ്രചാരണ തട്ടിപ്പ് മാത്രമാണ്, ഒരു PR തട്ടിപ്പ് മാത്രമാണ്, ഒരു ആഗോള തട്ടിപ്പാണ് ഈ വിഷയത്തിൽ CPM ഗവൺമെൻറ് നടത്തുന്നത്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കൃത്യമായ കണക്ക് പരിശോധിച്ചാൽ 7 ലക്ഷത്തോളം വീടുകൾക്കുള്ള അപേക്ഷ കെട്ടിക്കിടക്കുകയാണ്. പല വീടുകളും തുടങ്ങിയിടത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ ആളുകൾ നടുറോട്ടിൽ കിടക്കുകയാണ്. കേരളത്തിൽ ഗവൺമെൻറ്റിന് കേന്ദ്രം നടത്തുന്ന പദ്ധതികൾ പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ സാധിക്കാത്തത് ഇവരുടെ ഖജനാവിൽ കാശില്ലാത്തതുകൊണ്ടാണ്. ഇവർ പണം നീക്കി വെക്കാനില്ലാത്തത് കൊണ്ട് പല കേന്ദ്ര പദ്ധതികളും ഇവിടെ അട്ടിമറിച്ചിരിക്കുകയാണ്.